എല്ലാവർക്കും ഫൈൻഡിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 109/2025 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സാമിന് വേണ്ടി നടന്ന മെയിൻസ് പരീക്ഷയുടെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ നോട്ട് ഇൻ ദ ഫോം 5x + 8y വേർ എക്സ് ആൻഡ് വൈ ആർ നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്? എക്സും വൈയും നോൺ നെഗറ്റീവ് ആവണം. അതുപോലെ 5x + 8y എന്ന ഫോമിൽ വരണം, 5x + 8y എന്ന് പറഞ്ഞ ഫോമിൽ വരണം. അപ്പോൾ ax + by എന്നുള്ള ഫോമാണ്. അപ്പോൾ ഇത് കണ്ട വഴിക്ക് നമ്മൾ എന്ത് ചിന്തിക്കണം? ഫൈബ്രീനിയസ് ഇക്വേഷൻ. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യം ax + by, ആ ഫോം നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഏതാ? ax + by. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് നോട്ട് ഇൻ ദ ഫോം, ഈ ഫോമിൽ വരാത്ത ഒരു വലിയ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. g of a, b = ab - a - b. ഈ ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലുള്ള ലാർജ് നമ്പർ അല്ലെങ്കിൽ വലിയ നമ്പർ ഏതാണ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ശരി, നമുക്ക് നേരിട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ ax +, അതായത് 5x, അതായത് എയുടെ സ്ഥാനത്ത് 5 കിടക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5 × 8 - 5 - 8. 5 × 8 എത്രയാ? 40. 40 5 പോയാൽ 35, 35 8 പോയാൽ 27. അപ്പോൾ ഉത്തരം 27 എന്ന് വരും. ഈസിയാ. ഫൈബ്രീനിയസ് ഇക്വേഷൻ വെച്ച കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ക്യാൻ ഫിനിഷ് എ വർക്ക് ഇൻ 10 days. എക്ക് ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. ബി ക്യാൻ ഫിനിഷ് ദ സെയിം വർക്ക് ഇൻ 15 days. ബിക്ക് ആ സെയിം ജോലി 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊന്നും എടുത്ത് എഴുതാം. എക്ക് എത്ര ദിവസം? 10 ദിവസം. ബിക്ക് എത്ര ദിവസം? 15 ദിവസം. ശരി. ബി സ്റ്റാർട്ട്സ് ദ വർക്ക് ഫോർ 5 days. ബി 5 ദിവസമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ അത് കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ബി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എത്ര ദിവസം? 5 ദിവസം. ശരി. ഹൗ മെനി ഡേയ്സ്, എത്ര ദിവസം കൊണ്ടാണ് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യാന്നാണ് ചോദ്യം. എത്ര ദിവസം കൊണ്ടാണ് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യുക? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ ആദ്യം തന്നെ ടോട്ടൽ വർക്ക് എത്രയെന്ന് കണ്ടുപിടിക്കണം. വർക്ക് കണ്ടുപിടിക്കണ സ്പോട്ടിൽ ആലോചിക്കുക, LCM കണ്ടുപിടിക്കുക. വർക്ക് കണ്ടുപിടിക്കുക, LCM കണ്ടുപിടിക്കുക. വർക്ക് കണ്ടുപിടിക്കുക, LCM കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ അതിനായിട്ട് 2 വര വരച്ചു. എന്നും ബിന്നും ഒരു വര വരച്ചു. അത് ചേരുന്ന ഭാഗമായിരിക്കും അതിൻ്റെ LCM. ഓക്കെ, ശരി. 15 എടുത്തു. 15 10ൻ്റെ മൾട്ടിപ്പിളാ? അല്ല. അപ്പം ഞാൻ എന്തിനാണ് ചോദിച്ചത്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കണം. ഓക്കെ, 15 കഴിഞ്ഞാൽ പിന്നെ 30. വലിയ നമ്പർ എടുത്തിട്ടാണ് അതിൻ്റെ മൾട്ടിപ്പിൾ ആലോചിക്കണേ. 15 കഴിഞ്ഞാൽ 30. 30 ആരുടെ മൾട്ടിപ്പിളാ? 10ൻ്റെയും മൾട്ടിപ്പിളാ? 15ൻ്റെയും മൾട്ടിപ്പിളാ? 15 × 2 ആണ് 30. 10 × 3 ആണ് 30. നമുക്ക് 30 എന്ത് കിട്ടി? LCM ആയിട്ട് കിട്ടി. ഞാൻ പറഞ്ഞ LCM ആണ് എന്ത്? ടോട്ടൽ വർക്ക്. LCM ആണ് ടോട്ടൽ വർക്ക്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ വർക്ക് TW. അതിൻ്റെ അർത്ഥം എന്താ? ടോട്ടൽ വർക്ക്. അത് നമുക്ക് 30 കിട്ടി. ടോട്ടൽ വർക്ക് 30 കിട്ടി. ബിയിലെ 5 ദിവസം ജോലി ചെയ്തു. നമുക്ക് ബി എത്ര ദിവസം ജോലി ചെയ്തത് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പോകാം. നിങ്ങൾ നോക്കിയേ. WET, വർക്ക് എഫിഷ്യൻസി ടൈം. അപ്പോൾ ഇതിന്ന് നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വർക്ക് കണ്ടുപിടിക്കാനായിട്ട് എഫിഷ്യൻസി ഇൻറ്റു ടൈം, അതായത് ഇവിടെ നോക്കി W കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴത്ത് ET. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ. ഇനിയിപ്പോൾ T കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ W/E ചെയ്യുക. W എന്താ? വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ശരി, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാ? വർക്കിനെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ W = E × T. ശരി. എഫിഷ്യൻസി, ബിയുടെ എഫിഷ്യൻസി എത്രയാണ് നോക്കി? 2 ഇൻറ്റു ടൈം. ടൈം എത്ര ദിവസം? 5 ദിവസം വർക്ക് ചെയ്തു. 5 × 2 എത്രയാണ്? അത് 10 എന്ന് വരും. 5 × 2 10 എന്ന് വരും. ശരി, ഇനി ഞാൻ ആലോചിക്കാൻ പോകുന്നത്, ഇപ്പോൾ മൊത്തം 30 വർക്ക്, അതിൽ 10 വർക്ക് ബി ചെയ്തു. ബാക്കി എത്ര വർക്കാണുള്ളത്? 30 10 കുറച്ചാൽ റിമൈനിങ് വർക്ക് RW കേട്ടോ. RW = 30 - 10, 20 ഉള്ളത്. ബാക്കി വർക്ക് 20 ഉള്ളത്. ഇനി നമുക്ക് എത്ര ദിവസം കൊണ്ട് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നതാണ് കണ്ടുപിടിക്കുന്നത്. നമുക്കിവിടെ വർക്ക് ഇനി ബാക്കിയുള്ളത് 20 വർക്കാണ്.
എക്ക് അടച്ച 3 എഫിഷ്യൻസി ഉണ്ട്, നമ്മളിവിടെ കണ്ടുപിടിച്ച് ഇൻറ്റു 3 എന്ന് എഴുതിയിട്ടില്ലേ, അത് എഫിഷ്യൻസി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആരെ കണ്ടുപിടിക്കണം, ടൈം കണ്ടുപിടിക്കണം. വർക്ക് എത്രയാണ്, 20. എഫിഷ്യൻസി എത്രയാണ്, അതേ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ഞാൻ തൊട്ട് കണക്ക് വേണ്ട, വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി അത് എത്രയാണ്, എഫിഷ്യൻസി 3. അപ്പോൾ 20/3 ടേബിളും ഇല്ല. ടേബിൾ വരുമ്പോൾ 6 3 18, 7 3 21 എടുക്കാൻ പറ്റില്ല. അപ്പോൾ 6 3 18, 6 എടുത്തു. ബാക്കി എത്രയാണ്, ബാക്കി 2. പോയിന്റ് ഇട്ടാൽ 0 ചേർക്കാം, അപ്പോൾ 20 വീണ്ടും 6 3 18, അപ്പോൾ 6.66. പക്ഷേ ഓപ്ഷനിൽ എന്തില്ല, 6 ഇല്ല, 6.6 ഇല്ല. 6.5ൻ്റെ താഴെ വന്നാൽ നമുക്ക് 6 എടുക്കാമായിരുന്നു. 6.5ൻ്റെ മുകളിൽ വന്നാൽ നമ്മൾ 6 എടുക്കണം, 7 എടുക്കണം. അപ്പോൾ ഉത്തരം 7 ആണ് കിട്ടും. എളുപ്പമാണ്. നമുക്ക് നേരെ അടുത്ത ചോദ്യം പോകാം. ശരി, മൂന്നാമത്തെ ചോദ്യം. എ ട്രെയിൻ 150 മീറ്റർ ലോങ് ഈസ് റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 72 km/h. ഒരു 150 മീറ്റർ നീളമുള്ള ട്രെയിൻ എത്ര, 72 സ്പീഡിൽ പൊക്കോണ്ടിരിക്കുക. എന്ത് ചെയ്യാൻ പോവുക, ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ടു ക്രോസ് എ മാൻ റണ്ണിങ് അറ്റ്, അതായത് ഇവിടുന്ന് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, 6 കിലോമീറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, 6 കിലോമീറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളെ ഓവർടേക്ക് ചെയ്യണം. ഇത് എത്രയാണ്, 150 മീറ്റർ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ കുറയ്ക്കണം. അപ്പോൾ ഞാൻ സൈൻ ഇട്ടു, ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ കുറയ്ക്കണം. എന്ത് കണ്ടുപിടിക്കാനാ, റിലേറ്റീവ് സ്പീഡ്, അല്ലെങ്കിൽ എന്താ അവർ തമ്മിലുള്ള നമുക്ക് സ്പീഡ് കിട്ടിയാൽ മാത്രമേ എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ, എത്ര സമയം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, RS റിലേറ്റീവ് സ്പീഡ്, ആപേക്ഷിക വേഗം എത്ര വരിക, 72 - 6, 72 6 പോയാൽ 66 കിട്ടും. അപ്പോൾ പിന്നീടുള്ള ക്വസ്റ്റ്യൻ വീണ്ടും നോക്കുക, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ക്രോസ് എ മാൻ, അതായത് 6 കിലോമീറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ 150 മീറ്ററാണ്. അപ്പോൾ അതെന്താ, നമുക്കത് ഈ 66 km/h എന്ന യൂണിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മളതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം, km/hനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം, 5/18 കൊണ്ട് ഗുണിക്കണം. അപ്പം ഞാൻ അതിനായിട്ട് 66 × 5/18, താഴെ കിടക്കുന്ന 18 6ൻ്റെ മൾട്ടിപ്പിളാ 3 വട്ടം പോവും, മുകളിൽ കിടക്കുന്ന 66 6ൻ്റെ മൾട്ടിപ്പിളാ 11 വട്ടം പോവും. 11 × 5 55/3 എന്ന് വരും, മീറ്റർ/സെക്കൻഡ്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവുക, എന്താ എനിക്ക് കണ്ടുപിടിക്കേണ്ടത്, ടൈം കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. DST നമുക്ക് ഇതേപോലെ ഇവിടെ സ്പീഡിൻ്റെ കാര്യത്തിലും നമുക്ക് കണ്ടുപിടിക്കുന്നത് T ആണ്. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ T കണ്ടുപിടിക്കാനായിട്ട് D/S എന്ന് വരും. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്, ഈ 150 മീറ്ററാണ് അങ്ങോട്ട് കിടക്കട്ടെ, അപ്പോൾ ഡിസ്റ്റൻസ് 150 D/S. സ്പീഡ് നമുക്കിവിടെ നമ്മൾ കണ്ടുപിടിച്ചു, മീറ്റർ/സെക്കൻഡ് ആക്കി കണ്ടുപിടിച്ചു, 55/3. അപ്പോൾ 55/3 എങ്ങനെ ചെയ്യുക, നമ്മളെന്ത് ചെയ്യുക, വ്യുൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 150 തല തിരിച്ചിട്ട് ഗുണിക്കുക, ഇൻറ്റു 3/50, 55 കേട്ടോ, 3/55. ഇതും 5ൻ്റെ മൾട്ടിപ്ലൈ, ഇതും 5ൻ്റെ മൾട്ടിപ്ലൈ, 11 വട്ടം പോവും. ഇവിടെ 30 വട്ടം പോവും. 30 × 3 90 എന്ന് വരും, /11. 90ൽ 11 എത്ര വട്ടം പോവും, 8 വട്ടം പോവും. 8 വട്ടം പോകുമ്പോൾ 88, ബാക്കി 2. പോയിന്റ് ഇട്ടു, 0 ചേർത്തു, 11. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ചെക്ക് ചെയ്യാം ഇനി തന്നെ. 8.1 ഏറ്റവും അടുത്ത് കിടക്കുന്ന ഓപ്ഷൻ ഏതാ, 8.2. അപ്പോൾ ഉത്തരം എന്താ വരിക, ഓപ്ഷൻ എ 8.2 എന്ന് വരും. എളുപ്പമാണ്. നമുക്ക് നേരെ അടുത്ത ചോദ്യക്ക് പോകാം. Two towns A and B are 120 km apart. 2 ടൗൺ എയും ബിയും എത്ര കിലോമീറ്ററാണ്,
120 കിലോമീറ്റർ അകലെയാണ്. ഓക്കെ, എ ടുവാർഡ്സ് ബി അറ്റ് 55 കിലോമീറ്റർ. എ ബിയുടെ അടുത്തേക്ക് വരിക എത്ര കിലോമീറ്ററിലാണ്? 55 കിലോമീറ്റർ പെർ ഹവറിലാണ് വരുന്നത്. ബിയോ അറ്റ് ദ സെയിം ടൈം അനദർ കാർ സ്റ്റാർട്ട്സ് ഫ്രം ബി ടുവേർഡ്സ് അറ്റ് 45 45 വരുന്നത്. വെൻ വിൽ ദേ മീറ്റ്? അവരെപ്പോൾ കണ്ടുമുട്ടുന്നതാണ് കണ്ടുപിടിക്കുന്നത്. 45. അപ്പോൾ ഓപ്പോസിറ്റ് വന്നാൽ കൂട്ടണം, സെയിം ഡയറക്ഷൻ വന്നാൽ കുറയ്ക്കണം. അതായത് ഓപ്പോസിറ്റ് വന്നാൽ കൂട്ടണം. ഞാൻ ഇങ്ങനെയാണ് പഠിച്ചേക്കണേ. എന്നിട്ട് ബ്രാക്കറ്റിൽ ഒരു പ്ലസ് ചിഹ്നം ഇട്ടു. ഓപ്പോസിറ്റ് വന്നാൽ കൂട്ടണം. ഇനി സെയിം ഡയറക്ഷൻ വരച്ചു, സെയിം വന്നാൽ കുറയ്ക്കണം. അത്രേ ഉള്ളൂ, എളുപ്പം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാം. ആരെ? സ്പീഡ് കണ്ടുപിടിക്കണം, റിലേറ്റീവ് സ്പീഡ് കണ്ടുപിടിക്കണം. 55ഉം 45ഉം കൂടെ കൂട്ടാം. അപ്പോൾ എത്ര വരും? 100 വരും. 100 കിലോമീറ്റർ പെർ ഹവർ. അതുപോലെ ഇനി നമുക്ക് എന്ത് വേണം? ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ? 120 കിലോമീറ്റർ. ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ട് 120 കിലോമീറ്റർ. അപ്പോൾ കണ്ടുപിടിക്കുന്നത് എപ്പോൾ? സമയം. എപ്പോൾ? സമയം. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ DST എഴുതാൻ പോവുക. പഠിക്കാൻ എളുപ്പത്തിനാ DST. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ T സമം D ഡിവൈഡഡ് ബൈ എസ്. ഡി എത്രയാ? 120. എസ് എത്രയാ? 100. 0 വെട്ടി, ഈ 0 വെട്ടി, പോയിന്റ് ഇട്ടു. 1.2 അവർ കിട്ടി. ഇനി 1.2 ഞാൻ മിനിറ്റിക്ക് ആക്കണം. കാരണം ഓപ്ഷൻ നോക്കുമ്പോൾ എന്താ? എല്ലാ മിനിറ്റിലാണ് ആക്കണേ. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 1.2 ഇൻറ്റു 60 ചെയ്യണം. ഈ 0 കളഞ്ഞാൽ നമുക്ക് ഈ പോയിന്റും കളയാം. അപ്പോൾ 12 ഇൻറ്റു 6 ആയി. 10 ഇൻറ്റു 6 60, 11 ഇൻറ്റു 6 66, 12 ഇൻറ്റു 6 72. അപ്പോൾ ഉത്തരം 72 മിനിറ്റ് ചെയ്ത് വരും. 72 മിനിറ്റ് ചെയ്ത് വരും. നേരെ നമുക്ക് അടുത്ത ചോദ്യത്തേക്ക് പോവാം. നോക്കിയേ, ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ ജോമെട്രിക് പ്രോഗ്രഷൻ ഈസ് 21. അപ്പോൾ ഞാൻ ഇനി നേരെ ചെയ്യാൻ പോണ കാര്യം നിങ്ങളൊന്ന് നോക്കുക. ആദ്യത്തെ ആൾ ഞാൻ A/R എന്നെടുത്തു. രണ്ടാമത്തെ ആൾ സമ്മല്ലേ? ശരി, ജസ്റ്റ് സമ്മൊന്നും കൂടെ എഴുതണ്ടേ. രണ്ടാമത്തെ ആൾ A, മൂന്നാമത്തെ ആൾ A ഇൻറ്റു R. ജോമെട്രിക് പ്രോഗ്രഷനാണ്. അതുകൊണ്ട് തന്നെ ഈ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് വരികയാണ് ചെയ്യുക. ഇവിടെ A/R ഫസ്റ്റ് ടൈം എടുത്തു. അപ്പോൾ സെക്കൻഡ് ടൈം കണ്ടുപിടിക്കാനായിട്ട് ഇൻറ്റു R ചെയ്താൽ മതി. സെക്കൻഡ് ടൈം അപ്പോൾ എന്ന് കിട്ടും. വീണ്ടും ഇൻറ്റു R ചെയ്താൽ തേർഡ് ടൈം കിട്ടും, AR കിട്ടും. അതെത്രയാണ് നമുക്ക് തന്നേക്കണേ? 21 തന്നേക്കണേ. ശരി, ഇനി അവരുടെ പ്രൊഡക്റ്റ് 216 തന്നിട്ട്. അവരുടെ പ്രൊഡക്റ്റ് 216 തന്നിട്ട്. ഞാൻ അവരുടെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പോവുക. A/R ഇൻറ്റു A ഇൻറ്റു AR ഈക്വൽ ടു 216. ശരി, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ആറും വെട്ടിപ്പോയി. ഞാൻ ഇത് തന്നെ എടുക്കാനുള്ള കാരണം ഇതാണ്. അപ്പോൾ നമുക്ക് നേരെ താഴത്ത് എന്തായി മാറും? A³ എന്നായിട്ട് മാറും. അപ്പോൾ A³ നമുക്ക് എത്ര കിട്ടി? 216 കിട്ടി. ഇതിൽ നിന്നും A എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ക്യൂബ് റൂട്ട് ഓഫ് 216. നമ്മൾ എന്തായാലും ആദ്യത്തെ ഒരു 20 നമ്പേഴ്സിൻ്റെ ക്യൂബുകൾ കാണാപ്പാടം പഠിച്ചു വെക്കണം. ആദ്യത്തെ 20 നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതും പറയാൻ പറ്റും. ക്യൂബിക് റൂട്ട് 216 എത്രയാണ് വരിക? 6. ഇനി അപ്പോൾ നമുക്ക് A കിട്ടി. ഇനി അവർ സമ്മ തന്നിട്ടുണ്ട്. നമുക്ക് സമ്മ എത്രയാണ് നോക്കിയേ? 21. സമ്മ 21. ആ സ്ഥാനത്ത് നമുക്ക് എയുടെ അവിടെ കൊണ്ടുപോയിട്ട് 6 നിട്ട് കൊടുക്കാം. എയുടെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? 6 നിട്ട് കൊടുക്കാം. ഞാൻ എന്ത് ചെയ്യാൻ പോവാം? എയുടെ അവിടെ 6 നിട്ട് കൊടുക്കാൻ പോവാം. എയുടെ അവിടെ 6 ബൈ 6 പ്ലസ് 6 പ്ലസ് 6 ഈക്വൽ ടു 21 എന്ന് വരും. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാം? ഇതിൽ ഈ 6നെ സമത്തിൻ്റെ അപ്പുറത്തി കൊണ്ടുപോകാം. ഇവിടെ നമ്പറായിട്ടല്ല കിടക്കണം. അപ്പോൾ ഞാൻ അതിന് സമത്തിൻ്റെ അപ്പുറത്തി കൊണ്ടുപോകാൻ പോവുക. അപ്പോൾ 6/6 പ്ലസ് 6R ഈക്വൽ ടു 21 മൈനസ് 6 സമം 15 എന്ന് വരും. ഇനി നോക്കിയേ, ഇവിടെ ഈ 15ഉം ഈ 6ഉം ഒരു കോമൺ ആയിട്ടൊരു മൾട്ടിപ്പിൾ ഉണ്ട് രണ്ടുപേരും. 6 3ൻ്റെ മൾട്ടിപ്പിളാണ്, 15 3ൻ്റെ മൾട്ടിപ്പിളാണ്. ഇത് ഞാൻ 3നെ പുറത്തേക്ക് എടുത്തു ഇവിടെ നിന്ന്. അപ്പോൾ 3 ഇൻറ്റു
2/r പ്ലസ് 2r ഈക്വൽ ടു 15. ഇനി ഇൻറ്റു 3 സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ഡിവിഷൻ 3 ആവും. ഇൻറ്റു 3 സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ഹരണം 3 ആവും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 2r പ്ലസ് 2/r പ്ലസ് 2r ഈക്വൽ ടു 15/3 എത്രയാണ്? 5 എന്ന് വരും. ഇനി ബൈ ആറ് ഞാൻ കളയാൻ പോവാം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഞാൻ ഇൻറ്റു ആറ് ചെയ്യാൻ പോവാം. ചെയ്യാൻ പോണ കാര്യം എന്താ? എല്ലാവരും ഇൻറ്റു ആറ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇൻറ്റു ആറ് ചെയ്യുമ്പോൾ ബൈ ആറ് പോയി കിട്ടും. ഇവിടെ ആറാ, അപ്പോൾ ആറിൻ്റെ കൂടെ ഇൻറ്റു ആറ് ചെയ്ത് r² ആവും. ഇവിടെ 5 അപ്പോൾ 5r ആവും. അപ്പോൾ നോക്കിയേ, 2 പ്ലസ് 2r² ഈക്വൽ ടു 5r. ഇനി 5rനെ സമത്തിൻ്റെ പ്രതി കൊണ്ടുവരാൻ പോവുക. അപ്പോൾ എന്താവും നോക്കിയേ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് മാറാൻ പോവുക. 2r² മൈനസ് ആണ് മൈനസ് പ്ലസ് 5r അല്ലേ, അത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് വന്നാൽ മൈനസ് 5r ആവും. 5r എന്തും കൂടെ ഉണ്ട് ഇപ്പുറത്ത്, പ്ലസ് 2 കൂടെ ഉണ്ട്, പ്ലസ് 2 കൂടെ ഉണ്ട്, ഈക്വൽ ടു 0. ഈ 5r ഇങ്ങോട്ട് വന്നാൽ അവിടെ എന്തായി മാറും? 0 ആയിട്ട് മാറും. ഇനി ഞാൻ ഇതിനെന്ത് ചെയ്യാൻ പോവാം? ഈ 2r² പ്ലസ് 5r പ്ലസ് 2നെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവുക. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം നോക്കി, 2r മൈനസ് 1 ഇൻറ്റു r മൈനസ് 2 ഈക്വൽ ടു എത്രയാ? 0. നിങ്ങൾ നോക്കിയേ, ഇതിൽ ഇവിടെ ഈ ഒരു ടേം ഫസ്റ്റ് കിടക്കുന്ന ടേം 0 ആയാൽ ഇത് മൊത്തം 0 ആവും. അല്ലെങ്കിൽ സെക്കൻഡ് കിടക്കുന്ന ടേം 0 ആയാൽ ഇത് മൊത്തം 0 ആവും. അതിന് സെക്കൻഡ് കിടക്കുന്ന ടേം 0 ആവണമെങ്കിൽ r എന്താവണം? 2 ആവണം. നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷനിലുണ്ട് 2 എന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് r എന്താ കിട്ടുക? ഇവിടെ കിടക്കുന്നുണ്ട് എന്താ? 2 എന്ന് വരും. അല്ലെങ്കിൽ ഒരു വഴിയും കൂടി ഉണ്ട്. ആദ്യത്തെ നോക്കി 2r മൈനസ് 1 ആണ്. അപ്പോൾ അവിടെ നിന്ന് r എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് എഴുതാം. ഇത് 0 ആവണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ എഴുതണ്ട നോക്കിയേ, 2r മൈനസ് 1 0 ആവണം, സമം 0. അപ്പോൾ 2r എന്താവണം? ഈക്വൽ ടു -1 അങ്ങോട്ട് പോയാൽ 1 ആവും. ഇൻറ്റു r അങ്ങോട്ട് പോയാൽ ഹരണമാകും, 1/2. അത് ഓപ്ഷനില്ല, അപ്പോൾ അതുകൊണ്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉത്തരം 2 എന്ന് വരും. r എത്രയാ? 2 എന്ന് വരും. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If lion is coded as PNKQ, what will be the code of tiger? ടൈഗറിൻ്റെ കോഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലയൺ ലവ് 12 ഞാൻ പഠിച്ച ഒരു കോഡാണ്. അപ്പോൾ ലയൺ എഴുതി, ലയൺ ലവ് 12 I9 ഐനാസ് ഓഫ് ടി O15 N40. ശരി, നേരെ അത് PNQ ആവാൻ പോണേ. PNKQ ആയിട്ടാണ്. പിക്സ്റ്റി 16, അതുപോലെ N40 കിളവൻ Q17 ആയിട്ട് മാറും. ഇനി നോക്കിയേ, ഇതും തമ്മിലുള്ള പ്രത്യേകതകൾ എന്താണെന്ന് നോക്കി. ഇവിടെ ലവ് 12 12, ഇവിടെ 16, ഇവിടെ 9, ഇവിടെ 14, ഇവിടെ 15, ഇവിടെ 11, ഇവിടെ 14, ഇവിടെ 17. നോക്കിയേ എന്തായിരിക്കും വ്യത്യാസം വരിക? ഇവിടെ നോക്കിയേ 12 14 ആയിട്ട് അല്ലേ. പിന്നെ നോക്കി 9 11 ആയിട്ട് ഇല്ലേ. പിന്നെ നോക്കിയേ 15 17 ആയിട്ട്. അപ്പോൾ റിലേഷൻ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടി. അതുപോലെ തന്നെ ആരെയും മാറ്റി എഴുതാം, ടൈഗറിനെ മാറ്റി എഴുതാം. TIGER. നമുക്ക് ട്രിക്ക് വെച്ച് തന്നെ പറയാം. 20 20 I9 ഐനാസ്, ജവാൻ G7 E5 റൈറ്റി R8. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് വരച്ചു. ഇവിടെ 22 കൂട്ടണം. അപ്പോൾ 22 കൂട്ടണമെങ്കിൽ V4 വിക്ടറി 22. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു. I9 കിളവൻ വരണം. കിളവൻ വന്നാലേ ഇവിടെ വരുള്ളൂ. കിളവൻ E5 ജവാൻ G7. ഓക്കെ, നമ്മൾ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്.
ഇവിടെ നോക്കിയേ E5 മാറി ജവാനായി, G7 മാറി എന്തായിട്ട് മാറണം, 9 I9 ആയിട്ട് മാറണം. പിന്നെ അതുപോലെ അതുപോലെ 9 എന്തായിട്ട് മാറണം, കിളവനായിട്ട് മാറണം. 20 V ആയിട്ട് മാറണം. VKIG അതുപോലെ ഈ റേറ്റ് ആയിരിക്കും. ഇവിടെ 14 നോക്കിയാൽ 16 മാറണം. ഇവിടെ നോക്കിയേ റേറ്റിന് എന്തായിട്ട് മാറും, 18 20 മാറും. അപ്പോൾ 20 ആയിട്ട് മാറും. ഓപ്ഷൻ നോക്കിയേ TVKIG, ഓപ്ഷൻ സി ആണ് ഉത്തരം. എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടില്ല. ശരി, നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലയൺ കാർണിവോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാംസം കഴിക്കുന്ന ആൾക്കാർ. കൗ എന്തായിരിക്കും, ഹെർബിവോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പ്ലാന്റ്സ് കഴിക്കുന്ന ആൾക്കാർ. വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അറ്റ് 3:45 AM വാട്ട് ഈസ് ദ ആംഗിൾ ഇൻ ഡിഗ്രി മെഷർമെൻറ്റ് ബിറ്റ്വീൻ ഹവർ നീഡിൽ ആൻഡ് മിനിറ്റ് നീഡിൽ ഇൻ എൻ ഓർഡിനറി ക്ലോക്ക്? ഒരു ക്ലോക്കിലെ 3:45. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ക്ലോക്ക് ഒന്ന് വരയ്ക്കാം. ക്ലോക്ക് വരച്ചു. 3 മണി എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. 45 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും 180 ഡിഗ്രി. പക്ഷെ അല്ല, 180 ഡിഗ്രി അല്ല. അതിനായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്, നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഒരു പോയിന്റിൻ്റെ ചുറ്റും ടോട്ടൽ 360 ഡിഗ്രി ഉണ്ടാവും. ഒരു പോയിന്റിന് ചുറ്റും ടോട്ടൽ 360 ഡിഗ്രി ഉണ്ടാവും. നോക്കി 12 മണിക്കൂറാണ് ഒരു ക്ലോക്കിൽ 12 മണി. അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ എത്ര ഡിഗ്രി ആയിരിക്കും എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നോക്കാം. 360/12 പോയിന്റ് ഇല്ല കേട്ടോ അവിടെ. 160/12 എത്ര വരിക, 30 ഡിഗ്രി വരും. 30 ഡിഗ്രി വരും. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ 3 9, ഇവിടെ 9, ഇവിടെ 3 9ലേക്ക് എത്രയാ, 6 വേണം. 3 9ലേക്ക് 6 വേണം. അപ്പോൾ 6 × 30 180 ഡിഗ്രി. പക്ഷേ ഇതെന്ന് നമ്മൾ മിനിറ്റിന്, അതായത് 45ൻ്റെ പകുതിയെ കുറയ്ക്കണം. അപ്പോൾ ഇക്വേഷൻ നോക്കുക നിങ്ങൾ. തീറ്റ ഹവർ മൈനസ് ആണ്, മൈനസ് എന്താ, മിനിറ്റ്/2. തീറ്റ എത്രയാണ് കിട്ടിയത്, നമുക്ക് 180 കിട്ടി. മിനിറ്റ് അവരെത്ര തന്നേക്കണം, 45 മിനിറ്റാണ് തന്നേക്കണം. 45/2 ചെയ്താൽ മാത്രം മതി. 180 - 45ൻ്റെ പകുതി 22.5 വരും. ഇനി 180 20 പോയാൽ 160, 2 പോയാൽ 158, 0.5 പോയാൽ 157.5. 157.5. ഓപ്ഷൻ ഏത് നോക്കിയേ, ഓപ്ഷൻ എ ആണ് ഉത്തരം. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ വായിച്ചാണ്. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ 17^103? ക്വസ്റ്റ്യൻ നോക്കുക. 17 ആണ്. 17^103 ഈസ് ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് 17 അങ്ങോട്ട് ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാൻ പോകുക, 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് റിമൈൻഡർ ആരെ കിട്ടും, റിമൈൻഡർ 2 എന്ന് കിട്ടും. കാരണം 3 5 15, റിമൈൻഡർ എനിക്ക് 2 എന്ന് കിട്ടും. ഇനി ഞാൻ ഈ 17 എന്ന് എഴുതുന്നില്ല, ആ സ്ഥാനത്ത് കൊണ്ട് എനിക്ക് റിമൈൻഡർ കിട്ടിയ 2 എഴുതാൻ പോവുക. 2^103. ഇനി ഞാൻ ആലോചിക്കാൻ പോവുക 2^1 എത്രയാ, 2. 2^2 എത്രയാ, 4. ഇനി ഇതിനൊക്കെ ഞാൻ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എത്ര കിട്ടുക, 2 തന്നെ. ഇവിടെ ചെയ്യുമ്പോഴോ 4 തന്നെ. ഈ 2^3 എത്ര വരിക, 8 വരും. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരിക, 3 എന്ന് വരും. 2^4 എത്ര വരിക, 16. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര റിമൈൻഡർ വരിക, 1 എന്ന് വരും. 2^5 32. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എനിക്ക് എത്ര വരിക, 2 എന്ന് വരും. 2^6 64. അതിനെ ചെയ്യുമ്പോൾ റിമൈൻഡർ 4. ഇവിടെ നിങ്ങൾക്കൊരു പാറ്റേൺ കാണാം അല്ലേ, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 4, ഇവിടെ 4. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ സെയിം പാറ്റേൺ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ഞാൻ അതുകൊണ്ട്
ഇവരെനിക്ക് ആവശ്യമില്ല, ഞാൻ അതുകൊണ്ട് അത് മാച്ചു. ആവശ്യമുള്ള ആൾക്കാരെ മാത്രം ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണ കാര്യം ഒന്ന് നോക്കിയാടാ. ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ഈ പറഞ്ഞ 103-നെ 4 1 2 3 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാൻ പോകും. 103-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 103/4 എത്രയാണ് വരിക? റിമൈൻഡർ 3 എന്ന് വരും. അപ്പോൾ ഈ ബാക്കി വന്ന 3-നെ മാത്രം ഞാൻ 2�8 എഴുതാൻ പോയി. 2�3 ചെയ്തപ്പോൾ ഉത്തരം എത്രയാണ് വന്നത്? 8 വന്നു. അതിനെ ഡിവൈഡഡ് ബൈ 5 ചെയ്തപ്പോൾ റിമൈൻഡർ എത്രയാണ് വന്നത്? 3 എന്ന് വരും. എത്രയാണ് അപ്പോൾ ഉത്തരം വരിക? 3 തന്നെയാണ് നമുക്ക് ഉത്തരം വരിക. ഈസിയാ. നമുക്ക് നേരെ അടുത്ത ദിവസത്തിലേക്ക് പോവാം. അപ്പോൾ ഇത്രയാണ് 2025 സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. പിന്നെ അതുപോലെ നമ്മുടെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ എന്തെങ്കിലും അഡീഷണലായിട്ട് ചെയ്യണമെന്നോ ഇതുപോലെ പുതിയ വീഡിയോകൾ, പുതിയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.